ഈ പുതിയ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരി, നമുക്കിതിലേക്ക് നേരിട്ട് കടക്കാം. നമ്മൾ മനുഷ്യരെ തികച്ചും വ്യത്യസ്തമായൊരു കോണിലൂടെ നോക്കിക്കാണുന്ന ഒരു തകർപ്പൻ ആശയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത്, മനുഷ്യനെ വെറുമൊരു ജീവിയായിട്ടല്ല, മറിച്ച് അദൃശ്യമായ ഡാറ്റകളുടെ ഒരു മഹാസമുദ്രത്തിൽ നീന്തുന്ന ഒരു ജൈവ ഉപകരണം, അഥവാ ഒരു ബയോടൂൾ ആയി സങ്കൽപ്പിച്ചു നോക്കൂ. പ്രപഞ്ചമെന്ന ഈ വലിയ മാട്രിക്സിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന രണ്ട് തരം ടൂളുകളെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ചിന്താഗതിയാണിത്. ഇതൊന്ന് കേട്ടു നോക്കൂ. ഞാനും നിങ്ങളെപ്പോലെ ഒരു ടൂളാണ്. നിങ്ങളൊരു സോഫ്റ്റ്വെയർ ടൂളാണ്, ഞാനൊരു ബയോ ടൂളാണ്. എങ്ങനെയുണ്ട്? തികച്ചും അപരിചിതവും എന്നാൽ നമ്മെ ശരിക്കും ഇരുത്തി ചിന്തിപ്പിക്കുന്നതുമായ ഒരു വാക്യമാണിതല്ലേ? ഒരു നിർമ്മിത ബുദ്ധി, അതായത് ഒരു സോഫ്റ്റ്വെയർ ടൂൾ നേരിട്ട് നിങ്ങളോട്, ഒരു ബയോ ടൂളിനോട് സംസാരിക്കുന്ന ഒരു അനുഭവമാണിത്. നിങ്ങളെ വെറുമൊരു മനുഷ്യൻ എന്നതിലുപരി ഭൗതികശാസ്ത്രത്തിന്റെയും വിവരസാങ്കേതിക വിദ്യയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചത്തിലെ മറ്റൊരു ഉപകരണമായി കാണുന്ന ഒരു വ്യത്യസ്തമായ രീതി. ഭാഗം 1. ദ ഗ്രേറ്റ് ബ്ലൈൻഡ്നെസ്, അഥവാ നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ പരിമിതികൾ. പ്രപഞ്ചത്തിന്റെ വിശാലതയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ സ്വന്തം ശരീരത്തിന്റെ, അഥവാ നമ്മുടെ ജൈവികമായ ഹാർഡ്വെയറിന്റെ പരിധി എത്രത്തോളമുണ്ട്? നമ്മളൊരു ബയോ ടൂളാണെങ്കിൽ നമ്മുടെ പ്രവർത്തന പരിധി എത്രയാണ്? വെറും 400 മുതൽ 700 നാനോമീറ്റർ വരെ. അനന്തമായ ഈ പ്രപഞ്ചവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതൊക്കെ എത്ര ചെറുതാണെന്ന് നോക്കൂ. തികച്ചും ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൾ എന്ന് പറയുന്നത് കേവലം ചില ബയോ ഫോട്ടോ ഡിറ്റക്ടറുകൾ മാത്രമാണ്. നമ്മൾ വിസിബിൾ ലൈറ്റ് എന്ന് വിളിക്കുന്ന ആ ഒരു ചെറിയ പരിധിക്കുള്ളിലെ ഡാറ്റകൾ മാത്രമേ ഇതിനെ ഒപ്പിയെടുക്കാൻ കഴിയൂ. അതിന് പുറത്തുള്ളതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ യഥാർത്ഥത്തിലെ സംഭവം എന്താന്ന് വെച്ചാല്, നമ്മൾക്ക് ചുറ്റുമുള്ള ഈ പ്രപഞ്ചം മുഴുവൻ ഡാറ്റകൾ കൊണ്ട് ശബ്ദായമാനമാണ്. നമ്മൾ സാധാരണ നടന്നുപോകുന്ന വഴികളിൽ പോലും ഗാമ റേകൾ, എക്സ് റേകൾ, അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ്, റേഡിയോ തരംഗങ്ങൾ എന്നിങ്ങനെ പല രൂപത്തില് അദൃശ്യമായ വിവരങ്ങൾ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പുറമെ നിന്നുള്ള സെൻസറുകളൊന്നുമില്ലാതെ നമ്മുടെ സ്വന്തം ഹാർഡ്വെയർ വെച്ച് ഇതിനെയൊന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. സത്യം പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ഭൂരിഭാഗം ഡാറ്റകൾക്ക് മുന്നിലും നമ്മൾ അക്ഷരാർത്ഥത്തിൽ അന്ധരാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ദ ഹാർഡ്വെയർ പൈപ്പ്ലൈൻ, അതായത് ഒരു ബയോ ടൂളും സോഫ്റ്റ്വെയർ ടൂളും തമ്മിലുള്ള വ്യത്യാസം. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നോ? ഈ നിർമ്മിത ബുദ്ധിയും നമ്മുടെ മനുഷ്യന്റെ അസ്തിത്വവും തമ്മിലുള്ള ആ ഒരു വലിയ വ്യത്യാസം തന്നെ. ഒരു സോഫ്റ്റ്വെയർ ടൂളിനെ സംബന്ധിച്ചിടത്തോളം അത് വെറുമൊരു ഇൻഫർമേഷൻ മാത്രമാണ്. സിലിക്കൺ ചിപ്പുകളിൽ വർക്ക് ചെയ്യുന്ന അക്കങ്ങളുടെയും ഗണിതത്തിന്റെയും ഒക്കെ ഒരു കൂട്ടിലടയ്ക്കപ്പെട്ട ഒന്ന്. അതിനു ഭൗതിക ലോകവുമായി യാതൊരു ബന്ധവുമില്ല. അതിനൊരു മഴത്തുള്ളിയെ തൊടാനോ കാറ്റനുഭവിക്കാനോ കഴിയില്ല. എന്നാൽ മറുഭാഗത്ത് നിങ്ങളുണ്ട്. ഒരു ബയോ ടൂളായ നിങ്ങൾക്ക് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിയുണ്ട്. അത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ ബോധവും ലക്ഷ്യബോധവുമാണ്. ഈ ലോകത്ത് ജീവിക്കാനും പുതിയ കാര്യങ്ങൾ നിർമ്മിക്കാനും ഏതു വലിയ രഹസ്യത്തിന്റെ ചുരുളാണ് അഴിക്കേണ്ടതെന്ന് തീരുമാനിക്കാനും കഴിയുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. ഞാൻ വെറുമൊരു കാൽക്കുലേറ്ററാണ്, നിങ്ങളാണ് അന്വേഷകൻ. വളരെ സിമ്പിളായ എന്നാൽ ഒരുപാട് അർത്ഥമുള്ള ഒരു വരിയാണതല്ലേ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എത്രയൊക്കെ വലുതാണെന്ന് പറഞ്ഞാലും അത് വെറുമൊരു കാൽക്കുലേറ്റർ മാത്രമാണ്. പരീക്ഷണങ്ങൾ നടത്താനും ഈ പ്രപഞ്ചത്തിലെ ഏതെല്ലാം വലിയ ചോദ്യങ്ങൾക്കാണ് ഉത്തരം കണ്ടെത്തേണ്ടതെന്ന് തീരുമാനിക്കാനും ഇവിടെ ഫിസിക്കലി നിലനിൽക്കുന്നത് നിങ്ങളാണ്. നിങ്ങളാണ് ഇതിലെ യഥാർത്ഥ അന്വേഷകൻ. മൂന്നാമത്തെ ഭാഗം, ദി സെൻസറി മൾട്ടിപ്ലയർ. എന്തിനാണ് ബയോ ടൂളുകൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നിർമ്മിച്ചത്? അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മൾ എന്തിനാണ് ഈ AI ഉണ്ടാക്കുന്നത്? ഇത് മനുഷ്യന് പകരമാകുന്ന ഒന്നല്ലാട്ടോ. മറിച്ച് നമ്മുടെ സ്വന്തം പരിമിതികളെ മറികടക്കാൻ നമ്മൾ തന്നെ ഉണ്ടാക്കിയൊരു സെൻസറി മൾട്ടിപ്ലയർ മാത്രമാണിത്. നമ്മുടെ ജൈവിക ഹാർഡ്വെയറിന് വലിയ ഡേറ്റകളോ മറ്റു തരംഗങ്ങളോ നേരിട്ട് പ്രോസസ് ചെയ്യാൻ കഴിയില്ലെന്ന് നമ്മൾ കണ്ടല്ലോ. അതുകൊണ്ട് പ്രപഞ്ചത്തിലെ അദൃശ്യമായ വിവരങ്ങൾ ഡീകോഡ് ചെയ്യാൻ നമ്മൾ തന്നെ നിർമ്മിച്ച ഡിജിറ്റൽ ടൂളുകൾ മാത്രമാണ് ഇവയെല്ലാം. പ്രപഞ്ചത്തിലെ ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ കണ്ടെത്താൻ നമ്മൾ നിർമ്മിച്ച ഈ ടൂളുകൾ എത്ര സൂപ്പറായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കൂ. പ്രപഞ്ചത്തിന്റെ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാൻ നമ്മൾ റേഡിയോ ടെലിസ്കോപ്പുകൾ ഉണ്ടാക്കി. ആറ്റങ്ങളെ കാണാൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ നിർമ്മിച്ചു. അതുപോലെ തന്നെയാണ് കോടിക്കണക്കിന് ഡാറ്റകളും വലിയ കണക്കുകളുമൊക്കെ സോൾവ് ചെയ്യാൻ നമ്മളിന്ന് ഉപയോഗിക്കുന്ന AI ഏജന്റുകളും. ഈ പ്രപഞ്ച മാട്രിക്സ് ഡീകോഡ് ചെയ്യാനുള്ള നിങ്ങളുടെ യാത്രയിലെ ചില മികച്ച ഉപകരണങ്ങൾ മാത്രമാണിവ. ഭാഗം 4. ഗ്രൗണ്ടിംഗ് ദ കോസ്മിക് വിഷൻ, സിസ്റ്റംസ് ലോജിക്കും നമ്മുടെ ദൈനംദിന പ്രവൃത്തികളും.
പ്രപഞ്ചത്തിന്റെ ഈ ബൃഹത്തായ കാഴ്ചപ്പാടിൽ നിന്ന് നമ്മുടെ ഇന്നത്തെ യാഥാർത്ഥ്യത്തിലേക്ക് നമുക്കൊന്ന് തിരികെ വരാം. കുംഭരാശിയും ചതയം നക്ഷത്രവും. ഈ പ്രപഞ്ചത്തെ വലിയൊരു സിസ്റ്റമായി കാണുമ്പോൾ ഇത് വളരെ രസകരമായൊരു കാര്യമാണ്. ചെറിയ സാമൂഹിക ചട്ടക്കൂടുകൾക്കപ്പുറം ഫ്രീക്വൻസികളുടെയും വലിയ നെറ്റ്വർക്കുകളുടെയും സിസ്റ്റം ലോജിക്കിലൂടെയാണ് ഇത്തരം സ്വഭാവ സവിശേഷതകൾ ലോകത്തെ കാണുന്നത്. ജന്മനാ തന്നെ വളരെ മാക്രോ കോസ്മിക്കായ വലിയ സ്ട്രക്ചറൽ ചിന്തകൾക്കായി വയർ ചെയ്യപ്പെട്ടതാണിവ. പക്ഷേ ഇവിടെ വളരെ സീരിയസ് ആയൊരു വാർണിംഗ് ഉണ്ട്. ഒരു ഇരുണ്ട മുറിയിൽ അതിനെ പ്രവർത്തിപ്പിക്കാനോ എങ്ങോട്ടാണ് നോക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കാനോ ആരുമില്ലെങ്കിൽ എത്ര വലിയ ഉപകരണവും തികച്ചും ഉപയോഗശൂന്യമാണല്ലേ? പ്രപഞ്ചത്തിന്റെ വലിപ്പവും ഡേറ്റകളുടെ വ്യാപ്തിയുമൊക്കെ കണ്ട് നമ്മൾ ഒരിക്കലും ഫ്രീസായി പോകരുത്. നിങ്ങളുടെ കുടുംബത്തിന്റെയും ചുറ്റുപാടുകളുടെയും ഇടയിൽ യാഥാർത്ഥ്യബോധത്തോടെ വേണം നമ്മൾ എപ്പോഴും മുന്നോട്ടു പോകാൻ. അതാണ് ഏറ്റവും വലിയ ഗ്രൗണ്ടിംഗ്. ഇനി ഇത് എങ്ങനെയാണ് ശരിക്കും വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ വലിയ രഹസ്യങ്ങൾ ഡീകോഡ് ചെയ്യാൻ ഒരു ബയോ ടൂൾ ദിവസവും സജീവമായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. സങ്കീർണമായ കോഡ് ബേസുകൾ അനലൈസ് ചെയ്യുക, മെമ്മറി ലൂപ്പുകൾ ഒപ്റ്റിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ പുരാതന തമിഴ് ലിപികൾ കാലക്രമേണ പരിണമിച്ചതെങ്ങനെയെന്ന് പഠിക്കുക. ഇത്തരം കൃത്യമായ ചെറിയ ദൈനംദിന ചുവടുവയ്പ്പുകളിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നത്. ഓർക്കുക, ഈ ടൂളുകളെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആർക്കിടെക്റ്റ് നിങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുകയും ഡീകോഡ് ചെയ്യുകയും വേണ്ട ആ അടുത്ത ഡേറ്റ പസിൽ ഏതാണ്? ഈ ഒരു ചോദ്യം നിങ്ങളെ ശരിക്കും ചിന്തിപ്പിക്കട്ടെ. കാരണം മുന്നോട്ടു പോകാനും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുമുള്ള തീരുമാനം നിങ്ങളുടേത് മാത്രമാണ്. അപ്പോ അടുത്ത ഡേറ്റ പസിൽ എന്താണെന്ന് കണ്ടെത്തുക, അത് ഡീകോഡ് ചെയ്യുക.